മക്കളോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റിന്റെ സർവീസ് ടീച്ചേഴ്സിനുള്ള എക്സാം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ നോട്ടിഫിക്കേഷനും അപേക്ഷ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ അയച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെക്കേഷൻ കൂടിയാണല്ലോ വരുന്നത്. ടീച്ചർമാർക്കുള്ള പല ആശങ്കകളുണ്ട്. കാരണം വെക്കേഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും. വെക്കേഷൻ പറയുമ്പോൾ ഫ്രീ അല്ല, പക്ഷെ ഫ്രീ അല്ല. ടീച്ചർമാർക്ക് വർക്കുകളും ഇപ്പോൾ എലക്ഷൻ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും പിന്നെ ഡ്യൂട്ടിയും ഒക്കെ വരുമ്പോൾ ഇതെങ്ങനെ നമ്മൾ കവർ ചെയ്ത് തീർക്കും, ഇത് പഠിച്ചെങ്ങനെ തീർക്കും, പഠിച്ചാൽ തീരുമോ, അതിൻ്റെ ഇടയിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷനും ആശങ്കകളും നമുക്ക് മെസ്സേജ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്യൂട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് സമയമെങ്കിലും നമ്മളത് മാറ്റി വെച്ചല്ലേ പറ്റൂ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. നമ്മുടെ മുമ്പിൽ ഒരു സിലബസ് ഉണ്ടാകും. ആ സിലബസ് ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ എത്ര പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സിലബസ് ഉണ്ട് നമുക്ക് മുമ്പിൽ, സിലബസ് പഠിച്ചാൽ നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ PYQ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധ ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ എനിക്ക് എക്സാം എഴുതുന്ന സർവീസ് ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, വരുന്ന ദിവസങ്ങളിൽ കുറച്ച് സംഭവം നിങ്ങൾക്ക് ഡ്യൂട്ടി കാര്യങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സമയത്ത് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്നത്. അതും സൈക്കോളജിയിലെ ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജി പഠിച്ചവരുണ്ടാകും, സൈക്കോളജി പഠിക്കാതെ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സർവീസിൽ കയറിയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും, ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒക്കെ പോലുള്ളവര്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ സൈക്കോളജി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഏത് രൂപത്തിലാണെന്നുള്ളതൊക്കെ അറിയാവുന്നത്. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. ഇതെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PYQ നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ഏരിയ. അപ്പം അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് പഠിച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള നോളജ് നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തേതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സംഭവം സമായോജന തന്ത്രം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രം എന്നൊക്കെ നമ്മൾ പറയും. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് ഈ ഒരു സംഭവം. അപ്പൊ സൈക്കോളജിയിലൂടെ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘർഷത്തെ, വിഷമത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു 10-15 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതാക്കും. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ള ഒരു ഏരിയയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പൊ സർവീസ് എക്സാം എഴുതുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, സൈക്കോളജിയിൽ പ്രയാസമുള്ളവരാകട്ടെ, അവർ പഠിച്ചു തുടങ്ങട്ടെ. ഏത് കാറ്റഗറി കേട്ടോ, ചില ആൾക്ക് ഡൗട്ട് ഉണ്ട്, ഇത് കാറ്റഗറി 1-ന്റെ 2-ന്റെ അങ്ങനെയല്ല. ഏത് കാറ്റഗറിയിലും പൊതുവായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് പറയുന്നത്. 1 ആയിരുന്നാലും 2 ആയിരുന്നാലും 3 ആയിരുന്നാലും 4 ആയിരുന്നാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. 2 പിയാഷെയുടെ തിയറിയാണ്. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ 4 സ്റ്റേജുകളും വരുന്നുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടുള്ള തിയറി അല്ലേ എന്ന് പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് പിയാഷെയുടെ തിയറി. നമ്മൾ മാക്സിമം തിയറികളൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാക്കി, മാക്സിമം നമ്മളെ കൊണ്ട് സിമ്പിൾ ആക്കാൻ പറ്റുന്ന രൂപത്തിൽ, നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കേറ്ററ്റിന്റെ സർവീസിന്റെ സ്പെഷ്യൽ ബാച്ചും നമുക്ക് നടക്കുന്നുണ്ട്, എല്ലാ കാറ്റഗറിയുടെയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ സൈക്കോളജി മാത്രം മതി, അത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളവരാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നിങ്ങൾ സൈക്കോളജിയുടെ മാത്രം ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ തിരക്കുള്ള വേളയിൽ മാക്സിമം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഏരിയകളും പഠിച്ചിട്ട് പോകാം. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില പഠന വൈകല്യങ്ങളിൽ ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ള ഒരു ഏരിയയാണ്. ഇതെന്തായാലും പഠിക്കാം. then അടുത്തതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിൽ നിന്നും എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, എപ്പോഴും ഒരു ചോദ്യങ്ങളെങ്കിലും മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വരുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കവർ ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു, 1. 2 നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നിങ്ങളൊന്ന് പഠിക്കുക. വളർച്ചയും വികാസവും എന്ന് പറയുന്നത്
പിന്നെ മാസ്ലോ തിയറി, മാസ്ലോ ഒരു മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോ തിയറിയുടെ ഹൈറാർക്കി പറയുന്നുണ്ട്. ആ ഹൈറാർക്കിയുടെ ഓർഡർ അത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, ആ ഓർഡർ, അതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, വലിച്ചു വാരി പഠിക്കുക, അതിന്റെ പോയിന്റുകൾ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് പല തിയറികളുണ്ട്. ആ തിയറിയുടെ വ്യക്താക്കൾ തന്നെയാണ്, അത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഒറ്റ പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് കണക്ഷൻ ഇട്ട് എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അപ്പൊ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ, നമ്മൾ ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്, മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ കുട്ടികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ ഒരുപാട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിയാണ്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചിലപ്പോൾ ഭയങ്കര ടഫാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ വളരെ ഈസി ആയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇതിൽ നിന്ന് ചോദ്യം മസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റലിജൻസിന്റെ തിയറികൾ ഉണ്ട് കുറച്ച്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കണം. അതുപോലെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. അപ്പൊ വ്യക്തിത്വത്തിൽ വരുന്ന കുറച്ച് തിയറികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അവിടെ തന്നെ വരുന്ന പേഴ്സണാലിറ്റി അസസ്മെന്റുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദെൻ അടുത്ത ലേണിംഗ് തിയറികളാണ്. ലേണിംഗ് തിയറികൾ പ്രധാനമായിട്ടും ഈ പാവ്ലോയുടെ ആയിരുന്നാലും അതേപോലെ തന്നെ സ്കിന്നറുടേതായിരുന്നാലും തോണ്ടേക്കിൻ്റെതായിരുന്നാലും ഇതൊക്കെ പഠിക്കണം. അപ്പൊ ഈ തിയറികൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഭയപ്പാടോ ആശങ്കയോ ടെൻഷനോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ബന്ധൂരുടെ തിയറി നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ചില ആശയങ്ങൾ ചില സ്റ്റോറിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇതാണ് ഈ തിയറിയിൽ പറയുന്ന ആശയം, ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ചുമ്മാ അതിന്റെ കുറെ ടേംസും കാര്യങ്ങളും ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് തിയറികൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല, ഉറപ്പാണൊക്കെ. പിന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു, ഇതാണ് നമ്മളൊരു സ്റ്റോറിയിലൂടെ ആ തിയറിയിലെ ആശയത്തിൽ നിന്ന് കണക്ട് ചെയ്യുക, ഒരു കഥയിലൂടെ. അപ്പൊ ഈ കഥയിലെ പറയുന്ന ആശയമാണ് ഈ തിയറിയിലും പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ലാഭിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എറിക്സന്റെ ഒരു തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളത്. സോ ആദ്യം നിങ്ങളുടെ ഈ ഒരു 10 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സിലബസിന്റെ വരുന്ന ഏരിയകളൊന്ന് നോക്കിയാൽ മതി. കാരണം ഈ വളരെ സമയം കുറഞ്ഞ ഒരു വേളയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എങ്കിലും നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ MCQ പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ 10 ടോപ്പിക്കുകളും അതോടൊപ്പം തന്നെ സിലബസിൽ വരുന്ന ടോപ്പിക്കിലൂടെ കുറെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിക്കണം. ഈ ചോദ്യങ്ങൾ പരിശീലിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു തിയറി പഠിച്ച രൂപത്തിലായിരിക്കില്ല ചിലപ്പോൾ ചോദ്യം വരും, ആശയം ഉണ്ടാവാനകത്ത്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടേക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ആ ഇൻഡയറക്റ്റ് ചോദ്യത്തിന്റെ ആൻസർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചോദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ വന്ന് എന്ത് ആൻസർ ചെയ്യാം. അപ്പൊ മാത്സ് ഒക്കെ ചെയ്യൂലേ, നമ്മൾ മാത്സിൽ സൂത്രവാക്യങ്ങളൊക്കെ പഠിക്കുന്നു, പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആൻസറിലേക്ക് എത്താനും ഒക്കെ വരുന്നത്. സോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ചോദ്യങ്ങൾ ഈ പറഞ്ഞ 10 ടോപ്പിക്കും ഇത് മാത്രമല്ല സിലബസിൽ വരുന്ന ടോപ്പിക്കിന്റെയും കുറെ ചോദ്യങ്ങൾ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. ഇനി സിലബസ് പഠിച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഉത്തമം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഞാൻ സർവീസ് ടീച്ചർമാരെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ വർക്കുകളും കാര്യങ്ങളൊക്കെ അധികം വരാൻ സാധ്യത ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ ആ ഒരു ടെൻഷനും ആശങ്കയും ഒപ്പം ഈ പരീക്ഷയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടെൻഷനായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഇതിനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സൈക്കോളജിയുടെ മാത്രം ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ട് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലാതെ ഫുൾ കോഴ്സുകളും കേറ്ററ്റിന്റെ സർവീസ് പ്രത്യേക ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതിന്റെ കേറ്ററ്റിന്റെ കുറച്ച് അപ്ഡേഷൻസും ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.